Okay, good evening. So, last class we discussed about uh, the concepts of half subtraction, then full subtraction, then the concept of two's complement, then subtraction using two's complement addition, then 4-bit subtractor, then 4-bit adder bar subtractor circuit, and how this adder bar subtractor is effective than the normal subtractor, separate subtractor and adder. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആഡർ ആൻഡ് സബ്ട്രാക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് മോർ ഗേറ്റ് കൗണ്ട്, മോർ സർക്യൂട്ടറി, മോർ ആർക്കിടെക്ചർ. അപ്പോൾ ആ ആസ്പെക്ട് മാറ്റിയിട്ട് നമ്മൾ ഒരു സർക്യൂട്ട് തന്നെ രണ്ട് ഫംഗ്ഷന് യൂസ് ചെയ്യുകയാണെങ്കിൽ that will be more efficient in terms of gate count, speed, power and all. Okay. So നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, ദെൻ പാരലൽ ആഡർ വരെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇനി ഡയറക്റ്റ് BCD ആഡറിലേക്ക് പോവാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ BCD ആഡർ എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സീരിയൽ ആഡർ നോക്കാം. ഓക്കെ. BCD adder. What is BCD? Binary coded decimal. Okay. So basically നമ്മൾ നമ്പർ സിസ്റ്റം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 0, 1, 2, 3, 4, 5, 6, 7, 8, 9. These are the symbols for decimal number system. Total 10 symbols. 10 symbols. And binary, you have 0 and 1, 2 symbols. And for hexadecimal, you have 0, 1, 2, 3, 4, 5, 6, 7, 8, 9, A, B, C, D, E, F. 16 symbols. So that means the radix of binary number system is 2, decimal number system is 10, hexadecimal number system is 16. So all those number system are using different symbols. Means some are using 10 symbols, some are using 2 symbols, some number systems are using 16 symbols. So നമ്മൾ ബൈനറി വെച്ചുകൊണ്ട് ഒരു ആഡർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ കാണുമ്പോൾ ഒരു യൂസറിന് അത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ ആണ്. But for reducing the hardware complexity of circuitry in computer and other devices, electronic devices, നമുക്ക് ഏറ്റവും അനുയോജ്യമായ നമ്പർ സിസ്റ്റം ആയതുകൊണ്ടാണ് 0, 1 യൂസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് 0 and 1 ബൈനറി നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടർ? എനിവൺ? Why we are not using decimal and hexadecimal number system? What is the benefit of using binary number system? Only 2 state. Yeah, only 2 state means 2 symbols 0 and 1. What is the benefit of using only 2 states? കോംപ്ലിക്കേറ്റഡ് ആവല്ലോ, ഒന്നെങ്കിൽ ഓഫ് അല്ലെങ്കിൽ ഓൺ എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ അതിനെ കമ്പ്യൂട്ടറിനെ വേഗം മനസ്സിലാക്കാൻ പറ്റും. സോ ഓൺ ആൻഡ് ഓഫ് 2 കണ്ടീഷൻസ് ആണുള്ളത്. ഈ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള കണ്ടീഷൻ എങ്ങനെയാണ് ഹാർഡ്വെയറിന് ബെനിഫിറ്റ് ആയിട്ട് മാറുക? So your answer is that we have only 2 conditions, on and off. 2 conditions. On means 1,
ഓഫ് മീൻസ് 0. ഈ രണ്ട് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഞാൻ കുറച്ച് സിമ്പിൾസ് വരയ്ക്കാം ഇവിടെ. ഇത് ഏതൊക്കെ സിമ്പിളാന്ന് പറയാമോ? ഫസ്റ്റ് വൺ, ഈ സിമ്പിൾ എന്താണ്? ഓക്കെ, പറയാമോ? റിയൽ ലൈഫായിട്ട് മാപ്പ് ചെയ്ത് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. Anyone? ഹലോ, ഈ സിമ്പിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? സെക്കൻഡ് മീൻസ് കോൺസ്റ്റന്റ് കണ്ടീഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് കണ്ടീഷൻ എന്നുള്ളൊരു ഇതാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിയൽ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ? വെരി ഗുഡ്. ഇതെന്തായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും? ഒരു ഡി സി കറണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഡി സി വോൾട്ടേജ് ആയിട്ട് മാപ്പ് ചെയ്യാം അല്ലേ? ഡി സി ആയിട്ട്. ഇതൊരു എ സി ആയിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വരച്ചു എന്നുള്ളൂ. ഇ പവർ മൈനസ് എക്സ്. ഇ പവർ മൈനസ് എക്സിന്റെ പ്ലോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പല ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഡീക്കേയിങ് സിഗ്നൽ ആയിരിക്കാം, ചില ആപ്ലിക്കേഷനിൽ കോൺസ്റ്റന്റ് സിഗ്നൽ ആയിരിക്കാം, ചില ആപ്ലിക്കേഷനിൽ സിനുസോയിഡൽ സിഗ്നൽസ് ആയിരിക്കാം. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ മോസ്റ്റ് ഓഫ് ദി സിഗ്നൽസ് വിൽ ബി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഇൻ ടൈം ആയിരിക്കും. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് സംടൈംസ് കണ്ടിന്യൂസ്ലി വേരിയിങ് വിത്ത് ടൈം ആയിരിക്കും. അപ്പോൾ റിയൽ ലൈഫിൽ മോസ്റ്റ് ഓഫ് ദി സിഗ്നൽസ് ആർ അനലോഗസ് ഇൻ നേച്ചർ. മോസ്റ്റ് ഓഫ് ദി സിഗ്നൽസ്. റിയൽ ലൈഫിൽ മോസ്റ്റ് ഓഫ് ദി സിഗ്നൽസ് ആർ അനലോഗ് സിഗ്നൽ ആയിരിക്കും. Then what is the purpose of using binary system in computer 0 and 1? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ വെദർ ഇറ്റ് ഈസ് സിനുസോയിഡൽ, എക്സ്പൊണൻഷ്യൽ ഓർ ഡിഫറെന്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ലൈക്ക് ഗോഷ്യൻ, ഏത് സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും ഓൾ ദോസ് കണ്ടിന്യൂസ് ഇൻഫർമേഷൻ വി ആർ യൂസിങ് ബൈനറി സിസ്റ്റം. അതിന്റെ ചെറിയൊരു ഉദാഹരണം പറയാണ്. നമ്മൾ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇഫ് യു ഹാവ് ഓൺലി 0 and 1, then that means your circuit design will be very simpler. നമുക്ക് എന്താണ് പറയാ, ആക്ച്വലി 0 to 1 ഇടയ്ക്ക് എത്ര വാല്യൂസ് വരാം? ആർക്കെങ്കിലും പറയാമോ? ഒരു നമ്പർ 0 and 1 ഇതിനിടയ്ക്ക് എത്ര വാല്യൂസ് ആക്ച്വലി വരാം? ഇൻഫിനിറ്റ് വാല്യൂസ് വരാം. അപ്പൊ കണ്ടിന്യൂസ് സിഗ്നൽസ് എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി കോംപ്ലക്സ് സിസ്റ്റം. ഓക്കെ, നൗ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന സിസ്റ്റമായിട്ട് യാതൊരു റിലേഷൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ സർക്യൂട്ടറി ഇരിക്കുന്നത്. നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ വി ആർ ഓൺലി അപ്ലൈയിങ്
ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജ്. ഈ രണ്ട് സ്റ്റേറ്റ് മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിന് അറിയുള്ളൂ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ട്രാൻസിസ്റ്റേഴ്സ്. സോ ട്രാൻസിസ്റ്റർ നോസ് ഓൺലി ടു കണ്ടീഷൻ, ഹൈ വോൾട്ടേജ് ആൻഡ് ടു വോൾട്ടേജ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ആൻഡ് ടു വോൾട്ടേജ് കണ്ടീഷൻസിന് മാത്രം വർക്ക് ചെയ്യാനാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ വിൽ ബി മച്ച് സിംപ്ലർ. ബട്ട് ഇഫ് യു ആർ ഡിസൈനിങ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടിന്യൂസ് സിഗ്നൽസ്, അനലോഗ്, ഡിജിറ്റൽ, എക്സ്പോണൻഷ്യൽ സിഗ്നൽ, sinusoidal signal, cosine, sine function. So this design will be much more complex. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചുകൊണ്ട് ഡിസൈൻ ഉണ്ടാക്കേണ്ടത്. ബട്ട് ഇഫ് യു ആർ യൂസിങ് ഓൺലി ടു വോൾട്ടേജ് കണ്ടീഷൻ, ദെൻ ദ ഹാർഡ്വെയർ ഡിസൈൻ ഈസ് സിംപ്ലർ. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ് വി ആർ യൂസിങ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഡെസിമലിൽ വരണം. പക്ഷെ നമ്മൾ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബൈനറി ആഡേഴ്സ് ആയിരുന്നു ചെയ്തത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 4-bit ആർഡർ എടുക്കുകയാണെങ്കിൽ 0 1 1 1 പ്ലസ് 0 1 1 1. വാട്ട് വിൽ ബി ദ റിസൾട്ട്? 1 plus 1 0 carry 1, 1 plus 1 0 carry 1, 1 plus 1 0, 0 plus 1 1, 1 plus 1 0 carry 1, 0 plus 1 1, 1 plus 0 1 plus 0 1. So this is the result. നമ്മുടെ റിയൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡെസിബൽ നമ്പർ ആയിട്ട് പറയാൻ പറ്റുമോ? ഇതൊരു ഡെസിമൽ നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ഹാർഡ്വെയർ പെർസ്പെക്റ്റീവിലാണ് നോക്കേണ്ടത്. ഞാനൊന്ന് ടേബിൾ എഴുതാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. 0 1 2 3 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിസൾട്ട് ഒരു ബൈനറി ആർഡർ ആണ് വരുന്നത്. എന്തായിരിക്കും റിസൾട്ട്? 0 ആണെങ്കിൽ 0 0 0 വരും. അതാണെങ്കിൽ 0 0 0 1 വരും. 0 0 1 0, 0 0 1 1, 0 1 0 0, 0 1 0 1, 0 1 1 0, 0 1 1 1, 1 0 0 0, 1 0 0 1, 1 0 1 0. അങ്ങനെ പോയി ഫൈനലി ഇവിടെ എത്തുമ്പോൾ 1 1 1 1 ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാരി മുകളിലേക്ക് വരും. ഇവിടെ ക്യാരി വരും, ഇവിടെ ക്യാരി വരും, ക്യാരി വരും, ക്യാരി വരും. ഇവിടെ വരുന്നത് 0 എന്ന് വിചാരിച്ചു. 1 plus 0, then 0 0 0 1, 0 0 1 0, 0 0 1 1. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ് മുതൽ 9 വരെയും ഡെസിമൽ ഓക്കെയാണ്. ഇവിടെ മുതൽ നമുക്ക് വേണ്ടത് എന്താണ്? 0 0 0 1, 0 0 0 0, then 0 0 0 1, 0 0 0 1, 0 0 0 1, 0 0 1 0, 0 0 1 0 1, 0 0 1 1, 0 0 0 1, 0 1 0 0. ഇങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ദെൻ 0 0 0 1, 1 0 1 1. ഈ ഒരു പെർസ്പെക്റ്റീവിലെ റിസൾട്ട് കിട്ടിയാലാണ് നമുക്ക് ഡിസ്പ്ലേ വരുമ്പോൾ 10 11 12 13 then 14 എക്സെട്ര അപ് ടു 19 പെർസ്പെക്റ്റീവിൽ വരും. ഇവിടെ ഈ ഒരു ആസ്പെക്ട് നമുക്ക് ബൈനറി ആർഡറിൽ കിട്ടില്ല. ബൈനറി ആർഡറിൽ ഒരു ഹെക്സാഡെസിമൽ
ഫോമിലുള്ള നമ്പേഴ്സ് ആണ് കിട്ടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം ഈ കോൺസെപ്റ്റ്. ഹലോ സാർ ഓക്കെ ആണ് സാർ. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ജസ്റ്റ് നമുക്ക് 0 to 9 ഒരു 4-bit ആഡറിന്റെ അസംഷനിലാണ് പറയുന്നത്. നമുക്ക് 0000 മുതൽ 1001 വരെ കിട്ടും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് A, B, C, D, E, F. നെക്സ്റ്റ് 6 വാല്യൂ എന്ന് പറയുന്നത് ഹെക്സിന്റെ ഫോമിലാണ് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1010, 1011, 1100, 1101, 1110, 1111. ഈ സ്റ്റേറ്റിൽ നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ്? ഒരു 1 ഇവിടെ വരണം, ദെൻ 0000 വരണം, ദെൻ ഒരു 1 ഇവിടെ വരണം, 0001 വരണം, 10010 വരണം, ദെൻ 10011, ദെൻ 10100, 10101 വരണം. അതിനുശേഷം ബാക്കി വരുന്ന നമ്പേഴ്സ് ഞാൻ നേരത്തെ വരച്ച നമ്പേഴ്സ് വരുന്നത് പോലെ ഇവിടെ 1, then 0, 110, 1, 0, 111, 100, then 1101. ഇങ്ങനെയാണ് പോകേണ്ടത്. 10 മുതൽ 19 വരെ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേജസ് കിട്ടണം. നമ്മുടെ ആർഡർ സർക്യൂട്ട് എങ്ങനെയായിരുന്നു വരുന്നത്? ഹിയർ വി ഹാവ് 4-bit ആഡർ. അതിന്റെ 2's കോംപ്ലിമെന്റ് അല്ല, നോർമൽ ആഡർ എടുക്കുകയാണ്. നമുക്ക് ഒരു 4-bit നമ്പർ ഇവിടെ വരും. A12, A3, B12, B3, then carry in, carry out. ഇതായിരുന്നു ഒരു ആർഡർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് സം 1, സം 2, സം 3, സം 4. ഇത്രയും സ്റ്റേറ്റ് ആണ് വരുന്നത്. ഈ സ്റ്റേറ്റില് നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയായിരുന്നു? A, B, C, D, E, F. ഇത്രയും സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യണ്ട? ഡിസ്പ്ലേ കാണിക്കണ്ട. അത് കൂടാതെ നമുക്ക് ഇൻവാലിഡ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്സ് ABCDF കഴിഞ്ഞതിന് ശേഷമുള്ള ഈ സ്റ്റേറ്റുകൾ. ഈ സ്റ്റേറ്റിൽ നമുക്ക് ക്യാരി ഔട്ട് കിട്ടും. ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടാണ് കിട്ടുന്നത്. കാരണം ഇത് ശരിക്കും എത്രയാണത്? 16 ആണ്. സോറി, ഇത് 15. ഇവിടെ മുതൽ ഈ വരുന്ന സ്റ്റേറ്റിൽ നമുക്ക് 16 മുതൽ 19 വരെയാണ്. ഇത്തരം സ്റ്റേറ്റിൽ നമുക്ക് 4-bit റിസൾട്ട് വരുന്നത് എങ്ങനെയാ? 101, 110, 111, 100. ഇങ്ങനെ ഒരു 1001 ഇങ്ങനെ റോങ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് വരുന്നത് അല്ലെ? ആക്ച്വലി 0101 എന്ന് പറയുന്നതിന്റെ കറക്റ്റ് റിസൾട്ട് അവിടെ എന്തായിരുന്നു ശരിക്കും? ഇത് 15 ആയിരുന്നു. 0110 എന്ന് പറയുമ്പോൾ ഇത് 16 ആയിരുന്നു. പക്ഷെ ഈ റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിട്ടാണ്? 6, 5 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ക്യാരി ഔട്ട് വരുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ റിസൾട്ട് എന്ന് പറയുന്നത് റോങ് ആണെന്നാണ് മീനിങ്. അപ്പൊ നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആ ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഇൻവാലിഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവാലിഡ് സ്റ്റേറ്റ്സ്. ഈ സ്റ്റേറ്റ്സ് റിമൂവ് ചെയ്താലാണ് നമുക്ക് നോർമൽ ആഡറിനെ BCD ആഡറാക്കി റീകോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1, 0, 1, 0 ഈ കണ്ടീഷൻ. ഈ സമയത്ത് ക്യാരി 0 ആണ്. ദെൻ 1, 0, 1, 1, 1, 1, 0, 0, 1, 1, 1, 0,
സോറി 1101 1111 1110 1111 0 0 0 0. Now apart from that നമ്മൾ ഈ ആഡറിലേക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. 0 1 1 1 പ്ലസ് 1 0 0 1. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 പ്ലസ് 1 0 1 പ്ലസ് 1 0 1 പ്ലസ് 1 0 1 പ്ലസ് 1 0 ക്യാരി 1. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്ച്വലി നമ്മൾ ആഡ് ചെയ്യുന്നത് 7 പ്ലസ് 9 ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 16 ആണ് എന്ന് പറഞ്ഞാൽ ക്യാരി ഇവിടെ 1 വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ 16 ആണ് വരേണ്ടത്. അതിന്റെ മീനിങ് എന്താണ്? ശരിക്കും 6 വെച്ച് ആഡ് ചെയ്താലാണ് നമുക്ക് ഇവിടെ 1ഉം ഇത് 16 ആയിട്ട് 6 ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇൻവാലിഡ് സ്റ്റേറ്റ് വരുന്ന ഏതൊക്കെയാന്ന് നോക്കിയേ. 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1. ഓക്കെ, ഇത്രയും കണ്ടീഷനിൽ നമുക്ക് ക്യാരി ഔട്ട് 1 വരുന്നുണ്ട്. ഇത് ക്യാരി ഔട്ടിന്റെ ബിറ്റാണ്. ഇത് സം 0 സം 1 സം 2 സം 3യുടെ ടേബിൾ ആണ്. ഇത്രയും സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആണ്. ഈ ടേബിൾ മനസ്സിലായെന്ന് നോക്കിക്കേ. ഒരു ഫീഡ്ബാക്ക് തരിക, അത് ടേബിൾ ക്ലിയർ ആണോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് തരാം. ഇതിന് കറസ്പോണ്ടിങ് റിസൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഡെസിമലിൽ കിട്ടേണ്ടത് 10 11 12 13 14 15 16 17 18 19. ഇത്രയും റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. അതിന്റെ സ്ഥാനത്താണ് നമുക്ക് ബൈനറിയിൽ ഒരു ഹെക്സ് മോഡലുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഈ റിസൾട്ടിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഈ റിസൾട്ടിനെ നമുക്ക് ബൈനറിയുടെ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, ഈ ടേബിൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമുക്ക് ഇതിനൊരു സർക്യൂട്ടറി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള കണ്ടീഷനിൽ നിന്ന് എന്ത് ചെയ്താലാണ് കറക്റ്റ് ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ കണ്ടീഷനാണ് നോക്കേണ്ടത്. ഇത്രയും കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്യാരി 1 വന്നു കഴിഞ്ഞാലും ഇത്രയും കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എയ്തർ എ ടു എഫ് വാല്യൂ ഔട്ട്പുട്ട് വന്നാലും ഓറൽസ് ക്യാരി ഔട്ട് ഈസ് ഈക്വൽ ടു 1 വന്നാലും ഇത്രയും കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഒരു ഹാർഡ്വെയർ ഒരു ഡെസിമൽ പെർസ്പെക്റ്റീവിൽ കാണണം. അതാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്. 1 0 1 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കുകയാണ്. ഇതിനെ ഞാൻ ഇപ്പൊ ഇതിന്റെ ക്യാരി എന്ന് പറയുന്നത് 0 ആണ്, റിസൾട്ട് എന്ന് പറയുന്നത് 1 0 1 0 ആണ്. ഞാൻ ഇതിനെ 6 വെച്ച് ആഡ് ചെയ്യാണ്. 0 0 1 0. റിസൾട്ട് എന്ത് കിട്ടും? 0 1 പ്ലസ് 1 0 ക്യാരി 1 1 പ്ലസ് 1 0 ക്യാരി 1 1 പ്ലസ് 1 0 ക്യാരി 1. അപ്പൊ ഇതിനെ ഒരു ഹാർഡ്വെയർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 0. നമ്മൾ എക്സ്റ്റേണൽ യൂസറിന് നോക്കുമ്പോൾ ഇത് 10 ആയിട്ട് കിട്ടും അല്ലെ, 10 ആയിട്ട് കിട്ടും. ഇത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ 10 തന്നെയാണ്, പക്ഷെ ഡെസിമലിൽ നോക്കുമ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് 10 ആണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എൻഡ് യൂസറിന് ഒരു ബൈനറി ഫോമിന് പകരം ഡെസിമൽ ഫോമിൽ കാണിക്കാനാണ് നമ്മൾ BCD ആർഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് 1 0 1 0 we will represent the hardware in terms of 1 and 0. Both are correct. Decimal binary perspective നോക്കുകയാണെങ്കിൽ ഇത് 10 ആണ്, ബട്ട് എൻഡ് യൂസറിന് 1 0 പെർസ്പെക്റ്റീവിൽ കാണിക്കാനായിട്ടാണ് BCD ആർഡറിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. ഈ 6 ആഡ് ചെയ്താൽ എല്ലാ കണ്ടീഷനിലും ഇതുപോലെ തന്നെ കിട്ടുമെന്ന് നോക്കാം. അടുത്ത വാല്യൂ എന്തായിരുന്നു എന്ന് പറയാമോ? 1 0 1 0 കഴിഞ്ഞാൽ അടുത്ത 1 0 1 1. ഓക്കെ, അയക്കുന്നുണ്ടല്ലോ. 1 0 1 1. Now ഇതിനെ ഞാൻ 6 ആയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ക്യാരി ഈസ് 0 സം 1 സം 2
സം 3, സം 4, 1 0 1 1. ഞാൻ ഇതിന് 6 വെച്ച് ആഡ് ചെയ്യാണ്. 0 1 1 0. അപ്പോൾ നമുക്ക് 1 0 1 1 plus 1 0 carry 1 1 plus 0 1 1 plus 1 0 carry 1 1 plus 1 0 carry 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 1 11. ഓക്കെ, 11 ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 1 0 1 1 ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എത്ര? 8 plus 2 plus 1. 4ന്റെ വെയിറ്റേജ് 0 ആണ്, 11. ഈ ബൈനറിനെ നമ്മൾ നോർമൽ ഡെസിമലിലുള്ള 11 ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഈ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. BCD ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് യൂസറിന് മനസ്സിലാകുന്ന രീതിയിൽ ബൈനറിയെ ഡെസിമലിലേക്ക് മാപ്പ് ചെയ്തു. അപ്പൊ 6 വെച്ച് ആഡ് ചെയ്യുമ്പോൾ ഇതും വർക്ക് ആവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് വാല്യൂ? 1100. വെരി ഗുഡ്. 1100. അപ്പൊ ഈ കണ്ടീഷനോട് എടുത്തു നോക്കാം. അതിനുശേഷം ലാസ്റ്റ് കണ്ടീഷൻ നോക്കാം. അപ്പൊ ഇതിലും ക്യാരി 0 ആണ്. ഇതാണ് ഔട്ട്പുട്ട്. അപ്പൊ ഇതിനെ ഞാൻ 6 വെച്ച് ആഡ് ചെയ്യാണ്. 0 1 1 0 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0 1 1 plus 1 0 carry 1 1 plus 1 0 carry 1. So we are getting 1 here, this value 2. Okay, 1 and 2. അപ്പോൾ 12 കിട്ടി അല്ലേ? ദാറ്റ് മീൻസ് 1100 എൻഡ് യൂസറിന് മനസ്സിലാകുന്ന രീതിയിൽ 12 എന്ന ഫോമിലേക്ക് കിട്ടി. ഞാൻ ഇതിന്റെ ലാസ്റ്റ് എഫ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ എടുക്കുകയാണ്. 1 1 1 1. ഓക്കെ, ഇനി ഈ കോമ്പിനേഷനിൽ നമുക്ക് ക്യാരി 0 ആണ്. ഇതിനെ ഞാൻ 6 വെച്ച് ആഡ് ചെയ്ത് നോക്കാം. 0 1 1 0 1 plus 1 0 1 plus 1 0 carry 1 1 plus 1 0 carry 1 0 plus 1 1 1 plus 1 0 carry 1. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടു. 1 plus 0 1 ആണ്. Carry 1. That means this one will be 1. This is 5. So 15, right? 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 1 കറസ്പോണ്ടിങ് ആയിട്ട് BCD റിസൾട്ട് ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ക്ലിയർ. ഇനി നമുക്ക് വരുന്ന അടുത്ത ഇൻവാലിഡ് സ്റ്റേറ്റ് ഏതാണ്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഇൻവാലിഡ് സ്റ്റേറ്റ്? 1 0 0 0. ഇതായിരുന്നു അടുത്ത ഇൻവാലിഡ് സ്റ്റേറ്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് എന്തായിരുന്നു ആക്ച്വലി വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 plus 9 ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണ്? 1 plus 1 0 carry 1 1 plus 1 0 carry 1 1 plus 1 0 carry 1 1 plus 1 0 carry 1. ഇതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാ? ബൈനറി വെയിറ്റ് 1 2 4 8 16. ഇതിന്റെ ആക്ച്വൽ വെയിറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പൊസിഷനിലേക്ക് 0 ആണ്, ഇത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 16 ആയിരിക്കും കിട്ടുന്നത്. ഈ 16ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് 0 0 0 0 1. Now ഇവിടെ ഞാൻ സെയിം അൽഗോരിതം യൂസ് ചെയ്യാണ്. 0 1 1 0 വെച്ച് ആഡ് ചെയ്യാണ്. അപ്പോൾ 0 plus 0 0 0 plus 1 1 0 plus 1 1 0 plus 0 0 1. So here also I am getting 1 6. That is equal to 16. Okay. So adding 6 to the invalid conditions is enough to create a BCD adder. ഈ ഹാർഡ്വെയറിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? We have invalid states 1 1 1 0 1 0 to 1 1 1 1, then 1 0 0 0 0 1 0 0 0 1, like that 1 0 0 1 1. So total how many invalid states? എത്ര invalid state ഉണ്ടായിരുന്നു? 1 2 3 4 5 6 7 8 9 10. 10 invalid states ഉണ്ടായിരുന്നു. ഈ 10 invalid statesനെ നമുക്ക് BCD ഫോമിലേക്ക് ആക്കാനായിട്ട് 6 വെച്ച് ആഡ് ചെയ്താൽ മതി. ഇതായിരുന്നു കോൺസെപ്റ്റ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഹാർഡ്വെയറിലേക്ക് മാപ്പ് ചെയ്യാം?
അതാണ് അടുത്ത കണ്ടീഷൻ. അപ്പൊ നമുക്കുള്ള ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഹാർഡ്വെയർ. ഓക്കെ, വി വിൽ ഗെറ്റ് സം ഹിയർ ആൻഡ് വി ഹാവ് ക്യാരി ഔട്ട് ഹിയർ. അപ്പൊ ക്യാരി ഔട്ട് 1 ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 6 വെച്ച് ആഡ് ചെയ്യണോ? ഇഫ് ക്യാരി ഔട്ട് ഈസ് ഈക്വൽ ടു 1 വി ഹാവ് ടു ആഡ് 6 അല്ലെ? അത് ട്രൂത്ത് ടേബിളിൽ നിന്ന് ക്ലിയർ ആണ്. ഈ കണ്ടീഷനിൽ 1 1 1 1 ഈ ക്യാരി ഔട്ട് 1 വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഇവിടുത്തെ നമ്പർ ഏതാണോ അതിനെ 6 വെച്ച് ആഡ് ചെയ്യണം. അപ്പൊ ഒരു ഹാർഡ്വെയർ മോഡിഫിക്കേഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? 1 0 1 0 1 2 1 1 1 1 സം വരുമ്പോൾ ഈ കണ്ടീഷനിലും നമുക്ക് 6 വെച്ച് ആഡ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഹാർഡ്വെയർ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ ആ സ്റ്റേറ്റ്സ് എടുക്കുകയാണ്. സം 1 സം 2 സം 3 സം 4 1 0 1 0 1. Okay, now we have to create a circuitry. സർക്യൂട്ടറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത്രയും സ്റ്റേറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് 1 വരുന്ന ഒരു സർക്യൂട്ടറി ഡിസൈൻ ചെയ്യണം. അപ്പൊ ഇതിന് ഇൻപുട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പൊ എത്ര വേരിയബിളിന്റെ കെ മാപ്പ് ക്രിയേറ്റ് ചെയ്യണം? How many variables will be there in the K-map? 2 വേരിയബിൾ കെ മാപ്പ് ആണോ? 3 വേരിയബിൾ കെ മാപ്പ് ആണോ? 4 വേരിയബിൾ കെ മാപ്പ് ആണോ? ഹലോ, you have now S1 S2 S3 S4. 4 variables are there in the input. Whenever these inputs are in this condition, we have to create output is equal to 1. Okay, that means your K map will be 4 variable. A B C, sorry, ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് S1 S3 S4 S3 S2 S1. Okay, so here 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെയായിരുന്നു? 1 0 1 0 output will be 1. Here output 1 1 0 1 1 output 1 1 1 0 0 output 1 1 1 1 1 output 1 1 1 0 1 output 1 1 1 0 0 output 1. ഇത് ശരിയാണോ നോക്കിയേ? ഇത് ക്ലിയർ ആണോ? 1 0 1 0 1 0 1 0 ഇതാണ് സ്റ്റേറ്റ് വരുന്നത്. 1 0 1 0 ഈ കണ്ടീഷൻ വരുന്ന ടേബിൾ ഇതാണ്. ഇവിടെ ഔട്ട്പുട്ട് 1 കൊടുത്തു. അടുത്തത് 1 0 1 1. സോ ദിസ് ഈസ് 1 0 കറസ്പോണ്ടിങ് 1 1 ഇവിടെ 1 വന്നു. അടുത്തത് വരുന്നത് 1 1 എന്ന് പറയുമ്പോൾ ഈ റോയിലേക്ക് വന്നു 1 1 1 1 0 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വന്നു. ദെൻ 1 1 0 1 എന്ന് പറയുമ്പോൾ ഇത് വന്നു. 1 1 1 1 ഇത് വന്നു. 1 1 1 0 ഇത് വന്നു. ഈ ഗ്രൂപ്പിംഗ് ക്ലിയർ ആണോ? ഓക്കെ, നൗ ഞാൻ ഇതിന് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് 4 വേരിയബിൾ ആണ്. ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ദെൻ ഇവിടെയും 4 വേരിയബിൾ ഗ്രൂപ്പ് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ് എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ചെയ്യും. ഇത് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ കോളത്തിൽ 4 വേരിയബിൾസ് ആണുള്ളത്. അപ്പൊ എത്ര വേരിയബിൾ ഒപ്റ്റിമൈസ് ചെയ്ത് പോകും? 4 വേരിയബിൾ ഗ്രൂപ്പ് ആണെങ്കിൽ 2 വേരിയബിൾ ഒപ്റ്റിമൈസ് ചെയ്ത് പോകും. നമുക്ക് റിമൈനിങ് വരുന്നത് S3 S4 ആയിരിക്കും വരുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ടേംസ് ഒന്നും ഇല്ല. ഈ കോളത്തിലും കോമൺ ആയിട്ട് വരുന്നത് S2 ആണ്. ബട്ട് ഈ കോളത്തിൽ വരുമ്പോഴത്തേക്കും ഇത് കോമൺ അല്ല. ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് കോമൺ അല്ല. അപ്പൊ ഒന്നും കോമൺ അല്ല. 1 0 then 1 1 1 1 ഇത് കണ്ടീഷണൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇത് കറസ്പോണ്ടിങ് ടു A ആണ്. ഇത് B, ദിസ് ഇസ് C, ദിസ് ഇസ് D, ദിസ് ഇസ് E, ദിസ് ഇസ് F. ഈ ഇത്രയും സ്റ്റേറ്റ്സ് ഇൻവാലിഡ് സ്റ്റേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അത്
ഫീഡ്ബാക്ക് തന്നതിന് താങ്ക് യു. കാരണം അത് വെച്ചിട്ടാണ് ഞാൻ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ 4 മെമ്പറിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന വേരിയബിൾ എന്ന് പറയുന്നത് S4 S3. ഈ ഒരു വേരിയബിളിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാന്ന് നോക്കാം. ഇവിടെ 1 കോമൺ ആണ്, S4 കോമൺ ആണ്, സോ S4. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് S2, സോ S4 S2 S4 S3. ഈ ഒരു ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ A to F ഇൻവാലിഡ് കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിംഗ് ക്ലിയർ ആണോ നോക്കിയേ. S4 S3 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? S4 S2 എങ്ങനെയാണ് കിട്ടിയത്, S4 S3 എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? യെസ്, ഓക്കെ. നൗ എനിക്കിപ്പോ ഇവിടെ ഒരു സർക്യൂട്ടറി കിട്ടി. 2 കണ്ടീഷനാണ് എനിക്ക് വേണ്ടത്. ഒന്ന് S4 S3 പ്ലസ് S4 S2 ഈ കണ്ടീഷൻ, ദെൻ ക്യാരി ഔട്ട് ഈസ് ഈക്വൽ ടു 1. ഈ 2 കണ്ടീഷനിലും എനിക്ക് ഇത് ഈക്വൽ ടു 1ഉം ക്യാരി ഔട്ട് ഈസ് ഈക്വൽ ടു 1 വരുന്ന കണ്ടീഷനിൽ എനിക്ക് റിസൾട്ടിനോട് 6 ആഡ് ചെയ്യണം. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു നോർമൽ ആഡറിനെ എനിക്ക് ഒരു നോർമൽ ആഡർ ഐ ക്യാൻ കൺവേർട്ട് ടു BCD ആഡർ. ദിസ് ഈസ് മൈ ഹാർഡ്വെയർ അൽഗോരിതം. ഇതാണ് എനിക്ക് ഹാർഡ്വെയർ മേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതാണ് എന്റെ സർക്യൂട്ട്. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് കിട്ടുന്ന ഇൻവാലിഡ് സ്റ്റേറ്റ്സിനെ ഒക്കെ നമുക്ക് 6 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BCDയുടെ ഫോമിൽ കിട്ടും. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള ഹാർഡ്വെയർ അൽഗോരിതം ആണ് ഈ കാണുന്നത്. whenever S4 S3 plus S4 S2 is equal to 1 or Cout is equal to 1, you can create 0 1 1 0. അപ്പൊ ഇതിന് ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്, Cout or S4 S3 or S4 S2. ഈ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BCD ആഡർ ആയി. ഓക്കെ, അപ്പൊ ഞാൻ ഈ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ നോർമൽ BCD ആഡർ ഇതായിരുന്നു. നോർമൽ ആഡർ ഇതായിരുന്നു. ഇവിടെ നമുക്ക് ഇതായിരുന്നു നോർമൽ ആഡർ. ഇതായിരുന്നു നോർമൽ ആഡർ. ഇതിൽ വേരിയബിൾസ് ആയിട്ട് വരുന്നത് A1 A2 A3 A4 B1 B2 B3 B4. ഓക്കെ, നൗ എനിക്ക് ചെയ്യേണ്ട സർക്യൂട്ടറി എന്ന് പറയുന്നത് ഇവിടെ S4 S3 ആഡ് ചെയ്യണം, then S4 S2 ആഡ് ചെയ്യണം. ഇവിടെ 2 റിസൾട്ട് ഉണ്ട്. ഇനി ഇവിടെ Cout ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഓർ ചെയ്തു. 2 ഇൻപുട്ട് ആണ് യൂസ്, അല്ലെങ്കിൽ 3 ഇൻപുട്ടിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്തായി, ഇവിടെ വരുന്നത് എന്താണ്, S4 S3, ഇവിടെ വരുന്നത് S4 S2. So now I am getting Cout or S4 S3 or S4 S2. ഇതാണ് ഇവിടെ വരുന്ന ഫംഗ്ഷൻ, Cout or S4 S3 or S4 S2. ഇത്ര കണ്ടീഷൻസ് വന്നു. അപ്പോൾ ഈ കണ്ടീഷന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇതാണ് ഇനി എന്റെ റെഫറൻസ് പോയിന്റ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ BCD ആഡർ ആക്കാനുള്ള ഹാർഡ്വെയർ ആണ്. അപ്പൊ 4-bit ബൈനറി ആഡറിൽ നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് വരുമ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടാനുള്ള സർക്യൂട്ടറിയാണ് ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്തത്. അതിൽ ഇത് 1 ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ S4
S3 S2 S1 എന്ന് പറഞ്ഞ റിസൾട്ടിന്റെ കൂടെ 6 ആഡ് ചെയ്യണം. അപ്പൊ എനിക്ക് വേറൊരു ആർഡറും കൂടി വേണം. അപ്പൊ ആ ആർഡർ ഞാൻ വരയ്ക്കുകയാണ് ഇവിടെ. ഐ നീഡ് വൺ മോർ ഹാർഡ്വെയർ. ഇവിടെ എനിക്കൊരു ഹാർഡ്വെയർ വേണം, ഇവിടെ ഒരു ഹാർഡ്വെയർ വേണം, ഒരു 4-bit ആഡർ വേണം. ഓക്കെ, ഇവിടെ ഈ 1 എടുത്തിട്ട് 6 എന്ന് പറഞ്ഞ ഫോമിൽ വരുത്തണമെങ്കിൽ എനിക്ക് ഇവിടെ എങ്ങനെ കൊടുക്കണം, ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്, ഇത് ഞാൻ ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കാൻ പോകാം. ഇത് ഞാൻ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു, ഇത് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ A1 അല്ലെങ്കിൽ B1 എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ B1 കൊടുക്കണം. B1, B2, B3 ഇതാണ്. B2 ആൻഡ് B3 എന്ന് പറയുന്നത് ഷോർട്ട് ചെയ്ത് 1ലേക്ക് കൊടുത്തു, ഈ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. ദെൻ B4. ഓക്കെ, നൗ അപ്പൊ നമ്മുടെ ആർഡർ ഇവിടെ ഇരിക്കുകയാണ്. ഈ ആർഡറിലേക്ക് A4 to A1ലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഏതൊക്കെയായിരുന്നു? S1, S2, S3 ആൻഡ് S4. അപ്പൊ ഈ റിസൾട്ട് ആണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ നമ്മൾ ഈ വരുന്ന ഔട്ട്പുട്ട് എടുത്തിട്ട് B2 ആൻഡ് B3 ഷോർട്ട് ചെയ്യണം, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബാക്കി 2 പിന്ന് മാത്രം ഗ്രൗണ്ട് ചെയ്താൽ മതി. ഇത് ഗ്രൗണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇത് 2 എപ്പോഴും 0 ആയിരിക്കും. ഇത് ഔട്ട്പുട്ട് 1 വരാണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, 0 വരാണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും. ഇത് 4-bit ആഡറിലേക്ക് കൊടുക്കുക. നൗ ദിസ് വിൽ ബി ദ ഫൈനൽ BCD റിസൾട്ട്. ഇങ്ങനെ കിട്ടും. പിന്നെ ഈ ഒരു ബിറ്റ് തന്നെ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കുക. ഓക്കെ, സോ ദിസ് വിൽ ബി ഔട്ട്പുട്ട് 5, this is output 4, output 3, output 2, output 1. So this is the final BCD adder. ഇതാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത BCD adder. ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഇവിടെ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇൻപുട്ട് ആയിട്ട് 0, 1, 1 ഇവിടെ കൊടുത്തു, ഇവിടെ 1, 0, 0, 1 കൊടുത്തു. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് ഇവിടെ ക്യാരി ഔട്ട് 1 ആയിരിക്കും, ഇത് വരുന്നത് 0, 0, 0, 0 ആയിരിക്കും വരിക. അപ്പൊ ക്യാരി ഔട്ട് 1 ആണെങ്കിൽ ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ ഓർ ഗേറ്റിലെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ഇവിടെ 1 വരും. ഓക്കെ, അപ്പൊ ഈ 1 ഇങ്ങോട്ട് പോകും, അത് ഇവിടെ ഒത്തിക്കഴിഞ്ഞാൽ ഇത് 1 ആവും, ഇത് 1 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും. അപ്പൊ 0, 1, 1, 0 ഇവിടെ വന്നു. ഇനി ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം 0 ആണ്. ഇവിടെ 0, 0, 0 കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0, 1, 1, 0 കിട്ടും. ഈ C ഔട്ട് 5 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇത് 1 ആയിരിക്കും. ടോട്ടലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1, 6 എന്ന് പറഞ്ഞാൽ 16. നമ്മൾ ആഡ് ചെയ്ത് എന്തായിരുന്നു? 0, 1, 1, 1 പ്ലസ് 1, 0, 0, 1. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 + 1, 0 + 1 + 1, 0. 1 second. 1 + 1, 0, 0, 0, 0, 1. So this is 16 ആണ് ബൈനറി വെയിറ്റ്, ബാക്കിയെല്ലാം 0. സോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ ഈ C ഔട്ട് 1 മറ്റും ഈ റിസൾട്ട് 0 വരും. അപ്പൊ ശരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 എന്ന് പറഞ്ഞിട്ടാണ് സം കിട്ടുന്നത്, പക്ഷെ ആക്ച്വൽ വാല്യൂ 16 ആണ്. അപ്പോൾ അതിനെ BCDയുടെ ഫോമിലേക്ക് ആക്കി മാറ്റാൻ ഈ ഹാർഡ്വെയർ വെച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? ഹാർഡ്വെയർ ഒന്നും കൂടി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണോ? നമുക്ക് ഫുൾ ആർഡർ BCD ആർഡർ ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റിനെ മാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് സർക്യൂട്ട് എന്ന് പറയുന്നത് C out or S4, S3 or S4, S2 ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ടിന്റെ റീസ്ട്രക്ചറിങ്. ഈ റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ ആർഡറിനെ ഒരു BCD ആർഡറാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു 4-bit ആർഡർ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഫേസിൽ നമ്മൾ നോർമലി ആയിട്ടുള്ള
ക്യാരി ഇൻ കണക്ട് ചെയ്തു. ദെൻ this is A1, A2, A3, A4. This is B1, B2, B3, B4. ഇതാണ് നമ്മുടെ നോർമൽ ആഡർ. ഈ സർക്യൂട്ട് ക്ലിയർ അല്ലേ? നോർമൽ 4-bit റിപ്പിൾ ക്യാരി ആഡറിന്റെ സർക്യൂട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിലാണ് നമ്മൾ BCD ആഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് വേണ്ട ഹാർഡ്വെയർ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഇത്രയും ചെയ്തിട്ട് ഈ കണ്ടീഷനിൽ നമ്മൾ 6 ആഡ് ചെയ്യണം. ഇതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്കപ്പോൾ ഈ സർക്യൂട്ട് കൂടെ ഡെവലപ്പ് ചെയ്യാം. ആദ്യം ഇവിടെ C ഔട്ട് ഉണ്ട്. ഇനി S4 ആൻഡ് S2 S3 നമ്മൾ ആഡ് ചെയ്യണം. ദെൻ S4 ആൻഡ് S2 ആഡ് ചെയ്യണം. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും നമുക്ക് ക്രിയേറ്റ് ആയി മിൻ ടൈംസ്. ഇനി ഇത് കിട്ടുന്ന റിസൾട്ടും ഈ റിസൾട്ടും മൂന്നും കൂടി ഓർ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് C ഔട്ട് ഓർ S4 S3 ഓർ S4 S2. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. ഇതിന്റെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? ഇതിന് ഞാനൊരു O എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇഫ് O is equal to 1 we need to add result plus 6. If O is equal to 0 result plus 0. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു എക്സ്ട്രാ ആഡർ വേണം. അപ്പോൾ ഈ വാല്യൂ ഞാൻ മാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ് എക്സ്ട്രാ ആഡറിലേക്ക്. ഇത് ഇവിടെ നിന്ന് മാപ്പ് ചെയ്ത് പോയിട്ട് ഇവിടെ ഒരു 4-bit ആഡർ ഉണ്ട്. ഈ 4-bit ആഡറിലേക്ക് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. അതിന്റെ 2 പിന്ന് ഷോർട്ട് ചെയ്തു. ഈ 2 പിൻ എന്ന് പറയുന്നത് B3യും B2വുമാണ്. ദെൻ ഈ B1 ആൻഡ് B4 ഈ 2 പിന്നും ഞാൻ ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, നൗ ഇവിടുന്ന് വരുന്ന സമ്മിനെ ഞാൻ എടുത്തിട്ട് സം എടുത്തിട്ട് ഞാൻ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. സം 1, സം 2, സം 3, സം 4. ഇതെന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് A1, A2, A3, A4ലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇവിടെ എന്താ ഉള്ളത്? O എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എടുത്തിട്ട് ഷോർട്ട് ചെയ്തിട്ട് B2 B3ലേക്ക് കൊടുത്തു. B4 ആൻഡ് B1 ഗ്രൗണ്ട് ചെയ്തു. അപ്പൊ ഇവിടെ O1 ആണെങ്കിൽ ഇവിടെ വരുന്നത് 6 ആയിരിക്കും. 0 1 1 0 6 ആയിരിക്കും വരിക. O0 ആണെങ്കിൽ നമുക്ക് 0 ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇവിടെ വരുന്ന എന്താണ്? നമ്മുടെ റിസൾട്ട് തന്നെ വരും. ഇവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ സം ഇവിടെ ഉണ്ട്. ഇവിടെ ഡിപ്പെൻസ് ഓൺ ദ ഔട്ട്പുട്ട് 0 ആൻഡ് 6 വരും. ഇനി ഈ കണ്ടീഷനെ ഞാൻ സെപ്പറേറ്റ് ഒരു ഔട്ട്പുട്ട് ആക്കി ഇവിടെ എടുത്തു. ഇതിന് ഔട്ട്പുട്ട് 5 എന്ന് കൊടുത്തു. ഇത് ഇവിടെ നിന്ന് വരുന്ന സമ്മിനെ ഞാൻ ഔട്ട്പുട്ട് 4, ഔട്ട്പുട്ട് 3, ഔട്ട്പുട്ട് 2, ഔട്ട്പുട്ട് 1 എന്ന് കൊടുത്തു. ഇതാണ് എൻ്റെ ഹാർഡ്വെയർ. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 0 1 1 1 പ്ലസ് 1 0 0 1 ഈ കണ്ടീഷൻ കൊടുക്കുകയാണ്. ശരിക്കും ഞാൻ ആഡ് ചെയ്യുന്ന എത്രയും തമ്മിലാണ്? 7 പ്ലസ് 9 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടേണ്ട റിസൾട്ട് 16 ആണ്. അപ്പോൾ BCDയിൽ നമുക്ക് 16 ആയിട്ട് കാണണം. ഇതാണ് ഡെസിമൽ പ്രോപ്പർ റിസൾട്ട്. പക്ഷെ നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ എങ്ങനെയായിരുന്നു? 0 0 0 0 ക്യാരി ഔട്ട് 1. ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടിൽ 0യും ഒരു ക്യാരി ഔട്ട് 1ഉമായിട്ടാണ് കാണുന്നത്. ഇത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്കിപ്പോൾ 0 0 0 0 ഉണ്ട്, ക്യാരി ഔട്ട് 1 ഉണ്ട്. അപ്പോൾ ക്യാരി ഔട്ട് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഈ 1 നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബൈപ്പാസ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ 1 ആയി, ഇവിടെ 1 ആയി, ഇവിടെ 0 ആയി, ഇവിടെ 0 ആയി. അപ്പോൾ 6 ഇവിടെ വന്നു. ഓക്കെ,
ഇനി ഇവിടെ റിസൾട്ട് നമുക്കുള്ളത് 0 ആണ്. അപ്പോൾ 0 + 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 0 1 1 0. 6 ഇവിടെ കിട്ടും. ഈ ഇതെടുത്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് 5 കൊടുക്കുന്നത്, 1 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ ബൈനറി ഔട്ട്പുട്ട്സിനെ ഡെസിമൽ ഫോമിലേക്ക് എൻകോഡ് ചെയ്യുന്നതാണ് BCD ആഡർ. ക്ലാരിറ്റി കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയോ? ഹലോ, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് വരച്ച് പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലെക്ചേഴ്സ് പോകുന്ന ഫ്ലോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പഠിച്ചപ്പോൾ ഹാഫ് ആർഡർ പഠിച്ചു. നമ്മുടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? First we studied half adder, then full adder, then full adder വെച്ചിട്ട് നമ്മൾ 4-bit റിപ്പിൾ ക്യാരി ആഡർ ഇംപ്ലിമെന്റ് ചെയ്തു. then half subtractor, full subtractor, then 2's complement addition, then adder bar subtractor circuit, now BCD adder. ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ലേ? എല്ലാത്തിനും സെയിം കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ചെറിയ രീതിയിലുള്ള റീ അറേഞ്ച്മെന്റും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ആഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഡറിൽ ബാക്കിയുള്ള ഒറ്റ പോർഷനേ ഉള്ളൂ, സീരിയൽ ആഡർ. ഓക്കെ, സീരിയൽ ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലലി സെപ്പറേറ്റ് ആഡർ യൂസ് ചെയ്യാതെ ഒരൊറ്റ ആഡർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോകും, ഒരു ഡിലേ എലമെന്റ് ആഡ് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? ഹാഫിൽ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള മൊഡ്യൂൾസ് ടോപ്പിക്സ് എന്ന് പറയുന്നത് കമ്പാരേറ്റർ, എൻകോഡർ, ഡീകോഡർ, ദെൻ മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ. ഇത്രയേ ഉള്ളൂ. ബാക്കി ഐ തിങ്ക് ഏകദേശം കംപ്ലീറ്റഡ് ആയി ഈ ടോപ്പിക്കിൽ. ഇനി നമ്മൾ അതുപോലെ വെരിലോ കോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മൾട്ടിപ്ലക്സർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെരിലോ കോഡ് പഠിപ്പിക്കും. ഓക്കെ, ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.